ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനുള്ളത് നമ്മുടെ മഹേന്ദ്രയുടെ രണ്ട് കിടിലം വെഹിക്കിൾ ആയിട്ടാണ് ഞാൻ ഇന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മുടെ PV6ഉം XCV9 എന്ന് പറഞ്ഞ രണ്ട് വെഹിക്കിൾസാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ സെയിൽസ് മാനേജർ നമുക്ക് ഈ വാഹനത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോഞ്ച് ആണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് ലോഞ്ച് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ബുക്കിങ്ങും ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി HS കാർസിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ചേട്ടന്റെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ഹായ്, എന്റെ പേര് സംഗീത്. ഞാനിവിടുത്തെ സെയിൽസ് മാനേജർ ആണ്. ബേസിക്കലി ഐ വിൽ ബി ഹാൻഡ്ലിംഗ് ഈ രണ്ട് വാഹനങ്ങളായിരിക്കും ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്, PV6ഉം XCV9ഉം. ഇതിന്റെ വാഹനത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് മഹീന്ദ്ര ആക്ച്വലി ഒരു നാഷണൽ ലെവൽ ഒരു വലിയൊരു മൂവാണ് ഈ രണ്ട് വാഹനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഗ്ലോബലി ഇതിന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഗ്ലോ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇത് വരുന്നത്. അതായത് ഇന്ത്യ ഗ്ലോബൽ, അതായത് ഇന്ത്യ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിലോട്ട് വരുന്ന ഒരു EV പ്രോഡക്റ്റ് ആണ്. കാഴ്ചയിൽ ഇത് എന്താ പറയാ, നിങ്ങൾക്ക് ജസ്റ്റ് ബൈ ലുക്സ് ഇത് ഒരിക്കലും നമ്മൾ ഇത്രയും നാൾ കണ്ടിരുന്ന ഒരു വാഹനമായിട്ടും ഒരു സാമ്യവും ഇല്ലാത്ത ഒരു എക്സ്ട്രീംലി ഡിഫറെന്റ് ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഇനീഷ്യൽ കുറച്ച് കാര്യങ്ങൾ ഉറപ്പായിട്ടും പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഒന്ന് ഇതിന്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം ഇൻഗ്ലോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇപ്പൊ വരുന്ന വാഹനത്തിൽ ഒരു 79 kWh ബാറ്ററി പാക്ക് ആയിട്ടാണ് വരുന്നത്. അതായത് ഈ സൈസ് ഉള്ള വണ്ടിയിൽ 79 kWh ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. നമുക്ക് അത്രയും എനർജി ഡെൻസിറ്റി ഉള്ള ബാറ്ററി പാക്കാണ്. ഒരു പുതിയ ടെക്നോളജി തന്നെയാണ്. സെൽ ടു പാക്ക് എന്ന് പറഞ്ഞ ടെക്നോളജിയിലാണ് സാധാരണ നമ്മൾ കാണുന്ന ഓരോ വാഹനവും സാധാരണ സെല്ലുകൾ വരും, സെല്ലുകളെടുത്ത് മൊഡ്യൂളാക്കും, മൊഡ്യൂളെടുത്ത് ബാറ്ററി പാക്കിലോട്ട് വെക്കും. അപ്പൊ നമുക്ക് ഒരുപാട് സ്ഥലം നഷ്ടമൊക്കെ വരും. നേരെ സെൽഫ് ഒരു ബാറ്ററി പാക്കിലോട്ട് വരിക, അതാണ് ആ സെൽഫ് ടു പാക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഈ സൈസിൽ ഈ ഒരു ഇത്രയും കപ്പാസിറ്റി ഉള്ള ബാറ്ററി കയറി വരുന്നത്. പിന്നെ ഇതിന്റെ അതർ ഒരു കാര്യം പറഞ്ഞാൽ ഇത്രയും ടെസ്റ്റ് ചെയ്ത ഒരു ബാറ്ററി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ ബാറ്ററി പാക്കുമാണ്. ഇതിന്റെ ടെസ്റ്റ് ചെയ്തേക്കുന്നത് 55 lakh kilometer ടെസ്റ്റഡ് ആണ്. അതില് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നോർമൽ ടെസ്റ്റിംഗ് ഒക്കെ വിട്ട് എന്തൊക്കെ എക്സ്ട്രീമിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ പലതും ഔട്ടായിട്ടുണ്ടാവും. അതായത് ഇത് തീയിലിടുന്നത്, വെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്യുന്നത്, 3 story ഹൈറ്റിന്റെ മേളിൽ നിന്ന് ബാറ്ററി ഡ്രോപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം ഈ ബാറ്ററി എടുക്കും. ഒരു വലിയൊരു ട്രക്ക് ഇതിന്റെ മേളിൽ കൂടെ ഓടിക്കുന്നത്, ഇതെല്ലാം ഈ ബാറ്ററി ഇത്രയും എടുത്താലും അത്രയും റോബസ്റ്റ് ആയിട്ടുള്ള ബാറ്ററി പാക്ക്. അത് മഹീന്ദ്രയുടെ മാത്രം ഒരു അച്ചീവ്മെന്റുകളിൽ ഒന്നാണ്. ഇന്ത്യയിലാണ് നമുക്ക് ഇപ്പൊ ഒരു രാജസ്ഥാൻ മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ 55°C അവിടെയും, നമുക്ക് ലേ ലഡാക്കൊക്കെ പോയി കഴിഞ്ഞാൽ -30. ഈ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ ഇത് ടെസ്റ്റഡ് ആണ് കേട്ടോ. അതിൽ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇത് മാർക്കറ്റിലോട്ട് വന്നിരിക്കുന്നത്. അത്രയും എമൗണ്ട് ഓഫ് എഫേർട്ട് ഇതിന്റെ എഞ്ചിനീയേഴ്സ് ഇതിന്റെ പുറകിൽ ഇട്ടിട്ടുണ്ട്. നമ്മള് കാണുന്ന കാഴ്ചയെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ അവർ എത്രയും എഫേർട്ട് ഉണ്ട്. അതൊരു ബാറ്ററി പാക്കിന്റെ മാത്രം കാര്യമാണ്. ഇതിന്റെ മോട്ടോർ വരുമ്പോഴത്തേനും ഇത് റിയർ സെറ്റ് ആണ്, അതായത് റിയർ വീൽ ഡ്രൈവ് ആയിട്ടാണ് വരുന്നത്. 280 bhp പവറും 180 Nm ടോർക്കും ആയിട്ടാണ് വരുന്നത്. അതായത് അതിന്റെ ഒരു പെർഫോമൻസ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 100 6.7 secondsൽ ഇത് കയറും. നമുക്ക് സ്പോർട്സ് കാർ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ആ ഒരു പെർഫോമൻസ് കിട്ടുന്ന ഒരു വാഹനം ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1 കോടി രൂപ അടുത്ത് വില വരും. അതിലും മുകളിലുണ്ടെങ്കിലല്ലോ 1 കോടി രൂപയ്ക്കും എനിക്ക് തോന്നുന്നില്ല കിട്ടും. അതിലും ഒരു 1.5 കോടി രൂപയുടെ ഒരു സ്പോർട്സ് കാർ പെർഫോമൻസ് കാർ മേടിക്കുന്ന പെർഫോമൻസ് നമുക്ക് ഇത് കിട്ടും. അത് മാത്രമല്ല, ഈ 350 Nm ടോർക്ക് എന്ന് പറയുന്നത് ഇത് ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് കാറുകളായിട്ട്, അതായത് ഒരു ടോർക്ക് കർവ് എന്ന് പറയും. നമ്മൾ സാധാരണ ഏതൊരു ഐസ് വണ്ടികൾക്ക് നമ്മളൊരു ഈ പറയുന്ന 350 Nm ടോർക്ക് വരുന്നത് ഒരു 4000 RPM ആയിരിക്കും. അപ്പൊ വണ്ടി അത്രയും ഇഞ്ചിൻ RPM കയറി ആ ഒരു സമയത്താണ് നമുക്ക് അത്രയും ടോർക്ക് ഔട്ട്പുട്ട് ഇടുന്നത്. ഇത് ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് ഒറ്റ RPM ഈ ടോർക്കാണ്. നമുക്ക് ഈ ഡീസലി ഇൻസ്റ്റന്റ് അത്രയും പവർ നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ വലിയൊരു ഫൺ ഫാക്ടറാണ്. ഈ ഒരു വിലയിൽ നമുക്ക് ഫൺ ഓടിക്കാനുള്ള ഒരു വണ്ടി കിട്ടാന്നുള്ളത്. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് വെയിറ്റും, അതായത് ഈ പറയുന്ന ബാറ്ററി പാക്ക്, മേജർ കമ്പോണൻസ് ആയിട്ട് വരുന്ന ബാറ്ററി പാക്ക്, മോട്ടർ എല്ലാം ഈ പ്ലാറ്റ്ഫോമിലോട്ടാണ് വരുന്നത്. ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഫുള്ള് താഴെയാണ്. നമ്മൾ ഇത്ര ഹൈ സ്പീഡ് പോയാലും വെഹിക്കിൾ ഭയങ്കര സ്റ്റേബിൾ ആയി നല്ലപോലെ
ട്രാക്ഷൻ ഇതിന്റെ സസ്പെൻഷൻ ഒക്കെ വരുന്നത് ഇന്റലിജന്റ് സെമി ആക്റ്റീവ് ഡാമ്പേഴ്സ് എന്ന് പറയും. അതായത് എവറി 15 മില്ലി സെക്കൻഡ്സ് ഈ വാഹനം ഫീഡ്ബാക്ക് എടുക്കും. അപ്പോ നമ്മളൊരു റഫ് റോഡിലാണെന്നുണ്ടെങ്കിൽ റഫ് റോഡിൽ ഇതൊരു സോഫ്റ്റ്വെയർ സസ്പെൻഷനും, ഹൈവേസിൽ ഇതൊരു സ്റ്റിഫർ സസ്പെൻഷനും ആയിരിക്കും. അപ്പോ നമുക്ക് നല്ലൊരു സ്മൂത്ത് റൈഡ് റഫ് റോഡ്സിലും വളരെ സ്റ്റിഫ് സ്റ്റേബിൾ റൈഡ് ഹൈവേസിലും കിട്ടും. ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ ഒരു സെഗ്മെന്റ് വാഹനങ്ങളിലൊന്നും കാണാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആണ് ഈ ബേസിക്കലി ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ തന്നെ പറയാം. പിന്നെ ഈ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ ബ്രെയിൻ ഉണ്ട് ഈ വാഹനം. കാരണം ഇത്രയും പവർഫുൾ ആണ് പ്ലാറ്റ്ഫോം. ഇതിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ ചിപ്സെറ്റ് ആണ്. അത് ഒരു സ്നാപ്ഡ്രാഗൺ ക്വാൾകോം 8295 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അത് എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ലോകത്തിലെ ഓട്ടോമോട്ടീവ് ഡൊമെയിനിൽ കിട്ടുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചിപ്സെറ്റ് ആണ്. 51 ട്രില്യൺ ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ആണ് ആ ചിപ്സെറ്റിന്റെ കമ്പ്യൂട്ടിംഗ് പവർ. ബുക്കിംഗ്സ് ഒക്കെ ഈ 14th ഓപ്പൺ ആണ്. അപ്പോ ആസ് ഏർലി ആസ് പോസിബിൾ ബുക്കിംഗ്സ് ഉള്ളവര് എത്രയും പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുക നിയറസ്റ്റ് ഡീലർ. ഞങ്ങളാണ് കൊച്ചിയിൽ ഉള്ളത്, വയനാട്ടായിരിക്കും കൊച്ചിയിൽ ഉണ്ടാവുക. ഞങ്ങൾ അപ്രോച്ച് ചെയ്യുക. അപ്പോ ബുക്കിംഗ്സ് ആസ് ഏർലി ആസ് പോസിബിൾ ഞങ്ങൾ ഡെലിവറീസും ഓൺ പ്രയോറിറ്റി ബേസിസിൽ കൊടുക്കുകയാണ്. കാരണം പാക്ക് 3 ടോപ്പ് സ്പെക്ക് മാത്രമാണ് ഇപ്പോൾ ഓൺ സെയിൽ പോകുന്നത്. അപ്പൊ അതിനുള്ള പ്രയോറിറ്റി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ ആസ് ഏർലി ആസ് പോസിബിൾ പോവാ. ഇതിന്റെ വില വരുന്നത് ഇത് വരുമ്പോൾ രണ്ടും ഇപ്പൊ രണ്ടിന്റെയും ടോപ്പ് എൻഡ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ വരുമ്പോഴത്തേന് 26.9 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇത് വരുമ്പോഴത്തേന് നമുക്ക് 30.5 ആണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് കമ്പാരിസൺ ആക്ച്വലി ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വെച്ച് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന്റെ സ്പെക്ക് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കോടി രൂപയുടെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഈ ഒരു പ്രൈസിലുള്ള ഒരു വാഹനത്തിനും ഇത്രയും ഫീച്ചേഴ്സോ ഇത്രയും എഞ്ചിനീയറിംഗ് എന്താ പറയുക എക്സലൻസോ ഒന്നും കാണില്ല. അപ്പൊ ആ ഒരു ലെവൽ വണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നത്. ടു ദ മാസസ് ഇതെത്താൻ വേണ്ടി ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചൊരു വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ. എന്റെ കിളി മൊത്തം പോയി. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യക്കാരുണ്ടാക്കുമ്പോഴേ ഈ ഒരു പ്രൈസിൽ വരുള്ളൂ. അതെ അതെ, ശരിക്കും പറഞ്ഞ ഒരു ബെർത്ത് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഇത്ര അടിപൊളി കംഫർട്ടാണ്. ഇതിൽ ഓരോ എന്താ പറയാ ചെയ്തേക്കണ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത്. അത് എന്തായാലും നിങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വണ്ടി ലോഞ്ച് നമുക്ക് കൊച്ചിയിൽ വരുമ്പോ തന്നെ ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതേ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പൊ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം. അപ്പൊ ഞാൻ ഇനി വയലാട്ട് മഹേന്ദ്രയിലെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഈ വാഹനത്തെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനായിട്ട്? ഇത് നമ്മൾ പറയാനാണെങ്കിൽ സത്യത്തിൽ ഒരുപാടുണ്ട് പറയാൻ. 2 ദിവസമൊക്കെ പിടിച്ചിരുത്തി ഈ വാഹനത്തിനെ കുറിച്ച് പറയാനും മാത്രമുണ്ട്. കാരണം ഇതിലൊരു ടെസ്റ്റ് ഡ്രൈവിൽ പോലും തീർക്കാൻ പറ്റില്ല. അത്ര ഫീച്ചേഴ്സ് ആണ്. കുറെ പഠിക്കാനുണ്ട് ഇതിൽ, കുറെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഇതിന് എവിടെ തൊട്ടാലും നമുക്ക് അതിനെ കുറിച്ച് കുറച്ചധികം നേരം സംസാരിക്കാനുള്ള അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഭയങ്കര പ്രൗഡാണ് നമുക്ക് ഇന്ത്യയിലെ ഈ ഒരു വാഹനം നമുക്ക് തന്നതിൽ. ഈ ഒരു വാഹനം ഒട്ടും പറയാനില്ല, സ്പോർട്ടിയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു വാഹനം. അതും ഇതും വേറെ എലഗന്റ് ആണ്. അതായത് ഇത് രണ്ടിന്റെയും ഡിസൈൻ ഫിലോസഫി ഭയങ്കര സ്പോർട്ടി ലുക്കിംഗ് ആണ്. യങ്സ്റ്റേഴ്സിനെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു വാഹനമാണ് ഈ കാണുന്നത്. ഇത് വരുമ്പോൾ കുറച്ചും കൂടെ എലഗന്റ് ഡിസൈൻ ആണ്, കുറച്ചും കൂടെ ലക്ഷൂറിയസ് ആണ് ഇന്റീരിയേഴ്സ് ഒക്കെ, ഫീച്ചേഴ്സ് ഒക്കെ വരുമ്പോഴത്തേനും. രണ്ടും എന്താ പറയാ കുറച്ചും കൂടെ ഒരു സ്പോർട്ടിയർ സെൽഫ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷോഫർ ഡ്രിവൺ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹപ്പെടുന്നവർക്കും പറ്റിയൊരു വാഹനമാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ സെയിൽസ് മാനേജറാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ വണ്ടിയെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു വാഹനം ഞാൻ ഇതിൽ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയറിൽ ഒരു രക്ഷയില്ല. അവര് ഒരു നോ കോംപ്രമൈസ് എന്നല്ല പറയുന്നത്. ഇന്റീരിയറിലെ കാര്യങ്ങൾ കൊടുത്ത ഫീച്ചേഴ്സിലാണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയാണ്. അപ്പൊ ഇതിന് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് മുന്നേ ആയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഡ്രൈവ് കാര്യങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ ജസ്റ്റ് വേറൊരു വീഡിയോ നിങ്ങൾക്ക് പുറത്തുവിടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പുതിയൊരു എപ്പിസോഡായിട്ട് ഇതാണ്. ഓക്കെ, ബൈ.